മിഥുന്റെ മരണത്തിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പാലക്കാട് നിന്ന് കാണുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. വൈദ്യുതി മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം പാലക്കാട് നടക്കുന്നു. മുബഷീറിന്റെ വിവരങ്ങളുമായി. മുബഷീർ, വലിയ പ്രതിഷേധമാണ്. മന്ത്രി വരുന്ന വഴിയിലാണോ ഈ പ്രതിഷേധം? അതായത് സ്മൃതി, വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ചിറ്റൂരിലുള്ള മേഖലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ ചെറിയ സംഘർഷം മേഖലയിലുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ട്. ആ ഒരു പാതയിൽ പോലീസ് പ്രവർത്തകരെ പൂർണ്ണമായിട്ടും തടഞ്ഞിരുന്നു. പ്രവർത്തകർ കയ്യിൽ പന്തമേന്തിക്കൊണ്ടായിരുന്നു മന്ത്രിക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയത്. പോലീസിന്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമത്തെ പോലീസ് എതിർക്കുകയായിരുന്നു. അത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ചെറിയ സംഘർഷ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ ഉന്തും തള്ളും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രവർത്തകരെ പൂർണ്ണമായും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി നിലവിൽ ആ ഒരു മേഖലയിൽ ഇല്ല. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ് ഇത്തരമൊരു മാർച്ച് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. എന്തായാലും അതാണ് ഇപ്പോൾ ചെറിയ സംഘർഷത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. പോലീസ് അങ്ങോട്ടേക്ക് കടത്തിവിടാത്ത സാഹചര്യത്തിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട പാത കൂടിയാണത് ചിറ്റൂരിലെ. അവിടെ ഇരുന്നു കൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. വനിതാ പ്രവർത്തക ഉൾപ്പെടുന്ന ആളുകളെ കോൺഗ്രസ് പോലീസ് പൂർണ്ണമായിട്ടും തടയുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ മേഖലയിലാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകരൊക്കെ തന്നെ. വൈദ്യുതി മന്ത്രിയുടെ അനാസ്ഥയാണ് ആ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. നേരത്തെയൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള വീഴ്ചകൾ KCBയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അന്ന് ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിയ ഘട്ടത്തിൽ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്ന വൈദ്യുതി മന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് നൽകാനുള്ളതെന്ന ചോദ്യം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ പാലക്കാട് ചിറ്റൂരിലുള്ള ഓഫീസിലേക്ക് ഇത്തരമൊരു പ്രതിഷേധം ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ പൂർണ്ണമായിട്ടും പോലീസ് തടഞ്ഞിരിക്കുന്നു. പ്രവർത്തകർക്ക് ആനുപാതികമായിട്ടുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം പോലീസിന് പൂർണ്ണമായിട്ടും പ്രവർത്തകരെ തടയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കുത്തിയിരുന്നു കൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. സ്മൃതി, മിഥുന്റെ മരണത്തിലുള്ള വലിയ പ്രതിഷേധം രാവിലെ മന്ത്രി ശിവൻകുട്ടിക്കെതിരെയായിരുന്നു. ഇപ്പോൾ വൈദ്യുതി മന്ത്രിക്കെതിരെ പാലക്കാട് നടക്കുന്ന പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്.